ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇന്നലെ പറിച്ചെടുത്തിട്ടുള്ള കുരുമുളക് ഇന്ന് ചവിട്ടിപ്പൊഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ചവിട്ടിപ്പൊഴിച്ചാണ് എടുക്കാറ്. ഇന്നലെ പിന്നെ കൊണ്ടുവന്ന ഉടനെ അങ്ങ് തിട്ടയിൽ നിരത്തിയിട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉരുളിക്കകത്ത് വലിയൊരു ഉരുളിയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഇട്ടിട്ട് ഞാനും മോളും കൂടിയാണ് കേട്ടോ ചവിട്ടിയെടുത്തത്. അപ്പോൾ ഇത് ചവിട്ടിയെടുത്തപ്പോഴത്തേക്ക് മൊത്തം അതിൻ്റെ എന്താ പറയുക, നാമ്പ് മാത്രമായിരുന്നു കേട്ടോ. ബാക്കി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ മുളക്. അപ്പം അതിനകത്ത് തന്നെ ഇനിയിപ്പോൾ ഈ മുളക് ഉണങ്ങി വരുമ്പോൾ കുറേ പൊടികൾ കണ്ടില്ലേ, തരിതരിപ്പ് പോലെ. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ അതേ ഈ നാമ്പ് നമ്മൾ വഴിയിൽ ഇട്ട് കൊടുക്കും എന്നൊക്കെ ഉമ്മച്ചി പറയുന്നത് കേട്ടോ. അത് ഒരുപാട് പേര് ചവിട്ടി നടക്കുമ്പോഴത്തേക്കും വേറെ കുറേ അടുത്ത പ്രാവശ്യം ഉണ്ടാവും എന്നൊക്കെയാണ് അവരുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പം ആ വിശ്വാസം തെറ്റിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ നമ്മൾ നടക്കുന്ന തടം ഉണ്ടല്ലോ, അപ്പം അങ്ങോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഇതേ കുരുമുളക് ഈ ഒരു ചാക്കിനകത്ത് നമ്മളിങ്ങനെ നിരത്തി കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ ഞാൻ ഇനി മഴ പെയ്യത്തേ ഇല്ലെന്ന് പറഞ്ഞില്ലേ, ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചെറിയ ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചാറ്റലല്ല, എന്നാലും കുഴപ്പമില്ല, അങ്ങനെ ചാറി ചാറി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഇന്ന് ഈ ദിവസവും അതുപോലെ തന്നെയാണ് കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴ, വൃത്തികെട്ട ചാറ്റലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം വെയിലില്ല. എന്നാലും ഇടയ്ക്ക് എപ്പോഴോ ഒരു വെട്ടമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഉമ്മച്ചി ഇങ്ങനെ ഒന്ന് തിട്ടയിൽ ചാക്കിട്ടിട്ട്, വൃത്തിയുള്ളൊരു ചാക്കാണ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്തോട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെൽപ്പറായിട്ട് പാത്തുവാണ് കേട്ടോ കൂടെ ഉള്ളത്. പാത്തുവിന് ഇങ്ങനെ ചവിട്ടാൻ കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര രസം. പിന്നെ പുള്ളിക്കാരി എപ്പോൾ ഞാൻ ചവിട്ടണോ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അകത്തോട്ട് പോയി കേട്ടോ. ഇതിപ്പോൾ ഒരു 11 മണിക്ക് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ. ഇന്ന് കുറേ താമസിച്ചിട്ടാണ് കേട്ടോ എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങിയിട്ടുള്ളത്. ഇന്നിപ്പം പച്ച മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഉണക്കമീൻ ഇരിപ്പുണ്ട്. രാവിലെ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അയലയാണ് കേട്ടോ, നല്ല ഉപ്പുള്ള മീനാണ്. ഈ വലിയ മീനിനൊക്കെ നല്ല അത്യാവശ്യം നല്ല ഉപ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറേ നേരത്തെ ഒരു 3-4 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചെങ്കിൽ അതിൻ്റെ ഉപ്പൊക്കെ നന്നായിട്ട് വലിഞ്ഞ് മാറത്തുള്ളൂ. ഞാൻ വന്നപ്പോഴത്തേക്ക് അനിയത്തി അകമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാണ് കേട്ടോ. അപ്പോൾ ഈ ആഴ്ചയിൽ ഒരു 3-4 ദിവസം വെച്ചിട്ട് നമ്മൾ തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് വൃത്തിക്ക് കഴുകിയെടുക്കണം. കുറേ മഞ്ഞളിൻ്റെയൊക്കെ കറ കണ്ടില്ലേ, നല്ലതുപോലെ ഒന്ന് കഴുകി ചെറിയ പീസാക്കി വീണ്ടും വെള്ളത്തിലിട്ട് വെച്ചേക്കണം. എന്നെങ്കിലേ അതിൻ്റെ ഉപ്പ് മാറത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഉപ്പാണ് കേട്ടോ, ഭയങ്കര ഉപ്പാണ്. നമ്മൾ പൊരിക്കാനൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം പിറ്റേന്ന് എടുത്ത് പൊരിക്കാനൊക്കെ, അല്ലെങ്കിൽ പിന്നെ കഴിക്കാനായിട്ടൊക്കത്തില്ല. പിന്നെ തക്കാളിയും പച്ചമുളകും ഞാൻ ഉണക്കമീൻ കറി വെക്കാനായിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഈ കായും ശരിക്കും ഉണക്കമീൻ കറിയിൽ പച്ചക്കായ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഉമ്മച്ചി പറയുക അത് വേണ്ട, അത് തോരനാക്കിയാൽ മതി, ഇന്നിപ്പോൾ എന്തായാലും കായിട്ട് വെക്കണ്ടാന്ന്. ഞാൻ തക്കാളിയും പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഉണക്കമീൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും മാങ്ങ വേണം, അതുപോലെ ഉണ്ടമുളകുണ്ടല്ലോ, ചക്ക പോലത്തെ ഉണ്ടമുളകൊക്കെ വേണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല. എന്നാലും നമ്മൾ തക്കാളിയൊക്കെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ കായുടെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. കാത്തൊലി തോരൻ വെക്കുമെന്ന് ഈ അടുത്ത സമയത്ത് ഞാൻ യൂട്യൂബിലാണ് കേട്ടോ കണ്ടത്. നല്ലതാണ്. ഞാനിപ്പം ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചെറുപയറൊക്കെ ഇട്ട് വേണം കായുടെ തോരൻ വെക്കാനായിട്ട്. അന്ന് ഞാൻ അങ്ങനെ കേട്ടോ ചെയ്തത്. അത് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇന്ന് ഞാനപ്പോൾ അതിൻ്റെ കായുടെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല, അതും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവോളയും 2-3 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തു. ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മീൻകറിയുടെ അരപ്പ് തയ്യാറാക്കണമല്ലോ. ഉണക്കമീൻ കറിക്ക് ഇവിടെ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ 2 വെളുത്തുള്ളിയും, കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുമെന്ന് പറയാറില്ലേ, അതുപോലെ മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ചട്ടിയിലേക്ക് നമ്മൾ തക്കാളി, പച്ചമുളക്, കുറച്ച് പുളി, കുടംപുളി ആണെങ്കിൽ സൂപ്പറായി. അപ്പോൾ കുടംപുളി ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ നമ്മളെ പുഴിഞ്ഞെടുത്തിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ കായൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇനിയിപ്പോൾ അരപ്പിടണം. കുറച്ച് തേങ്ങയും ജീരകം, പച്ചമുളക്, ഒരു അല്ലി വെളുത്തുള്ളിയും, ചെറിയൊരു കഷ്ണം, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി പേരിന് വേണ്ടി മാത്രം. നമ്മൾ ഈ കായലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പേരിന് വേണ്ടി മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ആ തേങ്ങയിലും കൂടെ ഒന്ന് അരച്ച് ഒതുക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ വെള്ളം വറ്റി വലിഞ്ഞ് മാറുന്നതിന് മുന്നേ തന്നെ ഞാൻ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കായല്ലേ, അപ്പം പ്രത്യേകിച്ച് കറിച്ചട്ടിയിലും കൂടെ ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ മൂട്ട് പിടിക്കും. അതുകൊണ്ട് ഞാൻ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ ലേശം, അപ്പം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കുഴഞ്ഞിരിക്കുമെങ്കിലും പിന്നെ ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം നല്ല ഡ്രൈ ആകും കേട്ടോ.
മീൻകറിക്ക് വേണ്ടിയിട്ട് ഞാൻ പുളിവെള്ളത്തിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചാൽ മതി കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഉണക്കമീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ അരപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. പിന്നെ ലാസ്റ്റ് വേണേലൊന്ന് കടുകൊക്കെ വറുത്തൊഴിക്കാം കേട്ടോ. പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയ കാര്യം, നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവാപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിൽ നിന്ന് പോയി. അപ്പോൾ കറി അവിടെ റെഡിയായി. പെട്ടെന്ന് തന്നെ തിളച്ച് നല്ല ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഇന്നലെ ഞാൻ വെച്ച മോര് കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നോക്കിയപ്പോഴത്തേക്കും വഴുതനങ്ങ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ തക്കാളി വെച്ചിട്ട് നമ്മുടെ സ്റ്റൈലിൽ മോര് കറി റെഡിയാക്കി. തേങ്ങ അരച്ചില്ല കേട്ടോ. തക്കാളി എണ്ണ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചില്ലേ, അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തു. വറ്റൽമുളക്, കറിവേപ്പില, ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തു. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ തക്കാളി ഒന്ന് കുഴഞ്ഞ് വരണമല്ലോ. കുഴഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തൈര്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ലേശം വെള്ളവും കൂടെ, പാത്രം ഒന്ന് കഴുകി ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഈ പുളിശ്ശേരിക്കും, അതുകൊണ്ട് ഞാൻ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളരിക്ക ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വെള്ളരിക്ക എടുത്തില്ലേ. അങ്ങനെ നമ്മുടെ ഉണക്കമീൻ കറിയും കാത്തോരനും മോര് കറിയും ഒക്കെ ആയിട്ടുള്ള ഉച്ചക്കലത്തെ സിമ്പിളായിട്ടുള്ളൊരു കൊച്ചൊരു ഉച്ചയൂണായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും. ടാറ്റാ.